അതുകൊണ്ട് ലാസ്റ്റത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആട്ടോ നഴ്സറിയിലുള്ള. അപ്പോൾ അത് കുറച്ച് സ്പെഷ്യൽ ആവണമെന്ന് എനിക്ക് കുറച്ച് ആഗ്രഹം ഉണ്ടായി. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഗാന്ധിജിയായിട്ട് റെഡിയാക്കാമല്ലോ എന്ന് ഓർത്തു. പക്ഷേ എനിക്ക് ആ മുണ്ടൊന്നും കെട്ടണ രീതി അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പട്ടാളക്കാരനാക്കാമല്ലോ എന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ കോസ്റ്റ്യൂമെല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രസ്സിനുള്ളൊരു അലച്ചിലായിരുന്നു കേട്ടോ. ഏത് കടയ്ക്കൽ ചോദിച്ചാലും പട്ടാളക്കാരൻ്റെ ഡ്രസ്സില്ല, നോർമലായിട്ട് വൈറ്റ് ഡ്രസ്സിൽ ഫ്ലാഗിൻ്റെ ചിഹ്നമൊക്കെയുള്ള ഡ്രസ്സുള്ളൂ എന്നാട്ടോ പറയണത്. അതിനാണെങ്കിൽ പട്ടാളക്കാരൻ്റെ ഡ്രസ്സ് തന്നെ വേണം. പിന്നെ കൊച്ചിന് ബോധവിവരമില്ലാത്ത പ്രായമായതുകൊണ്ട് ഞങ്ങളൊരു പോലീസുകാരൻ്റെ ഡ്രസ്സിൽ ഒപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ റെഡിയായി നഴ്സറിയിലെത്തി. അവിടെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ ഫ്ലാഗ് എല്ലാം കിട്ടി. ഒരെണ്ണം നെജാക്കും ഞാൻ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇതാ പോണെയാണ് ഞങ്ങളുടെ പുതിയ കൗൺസിലർ. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. ഇപ്രാവശ്യം 8:30-ക്കാണ് ഞാൻ നഴ്സറിയിൽ പതാക ഉയർത്തുന്നത്. എല്ലാ പ്രാവശ്യം 10 മണിയൊക്കെ ആവും. അപ്പോഴത്തേലും മക്കളെല്ലാം ക്ഷീണിച്ച് തളർന്നു പോകുന്നു പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് നഴ്സറിയിൽ ഉയർത്താമെന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങോട്ടേക്കാട്ടോ വന്നത്. പിന്നെ അത് ടീച്ചർ വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസംഗിക്കണേട്ടോ. അത് കഴിഞ്ഞിട്ട് കൗൺസിലറുടെ ഒരു ചെറിയ പ്രസംഗം ഉണ്ടായി. കൗൺസിലറുടെ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേലും ദേശീയഗാനം ചൊല്ലി പതാക ഉയർത്തലായിട്ടോ അടുത്തത്. പിന്നെ ഈ വന്നത് ഞങ്ങളുടെ മുമ്പത്തെ കൗൺസിലർ അബ്ബാസിക്ക കേട്ടോ. കൊടിയെല്ലാം ഉയർത്തി എല്ലാം കഴിഞ്ഞപ്പോഴത്തേലും അബ്ബാസിക്കാൻ്റെ ചെറിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പായസവും മിഠായി എല്ലാം എല്ലാവർക്കും കൊടുക്കണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫോട്ടോ എടുക്കാനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചു നിർത്തുന്ന തന്ത്രപ്പാടിലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേയും കഴിഞ്ഞു. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.